ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തൻ കൊണ്ട് രുചികരമായ ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മത്തൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കാം. മത്തൻ ചെറുതായി അരിഞ്ഞത് 1.5 കപ്പ്, 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വറ്റൽ മുളക്, കറിവേപ്പില, 2 പച്ചമുളക്, കാശ്മീരി ചില്ലി, മഞ്ഞൾ, ജീരകം, കടുക്, ഉപ്പ്, കട്ടത്തൈര് 1/2 കപ്പ്, തേങ്ങ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അടുത്തതായി അടുപ്പത്തൊരു കടായി വെച്ച് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മൂടി വെച്ച് നന്നായി വേവിക്കുക. മത്തൻ വേകുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ ജാറിൽ 1/2 കപ്പ് തേങ്ങയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ജീരകവും ഇട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകിട്ട് ഒന്ന് കറക്കിയെടുക്കുക. വീണ്ടും അതിലേക്ക് 1/4 സ്പൂൺ കടുക്, പച്ചക്കടുകിട്ട് നന്നായി അരച്ചെടുക്കണം. ഈ മിശ്രിതം, ഈ കൂട്ട് വെന്ത മത്തനിലേക്ക് ഇട്ട് ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യുക. ഈ തേങ്ങയുടെ അരപ്പിട്ടതിന് ശേഷം ഫ്ലെയിം ചെറുതാക്കുക. തിളച്ച് പൊങ്ങാൻ പാടില്ല. ഈ കട്ടത്തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അതുകൂടി ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം തൈര് ചേർത്ത് ചൂടാക്കിയാൽ മതി. തിളച്ച് പൊങ്ങാൻ പാടില്ല. നമുക്ക് ചൂടായതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുക. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് നന്നായി വഴട്ടുക. ഉള്ളിയുടെ നിറം മാറുമ്പോൾ കറിവേപ്പിലയും ഇട്ട് നല്ല മണം വരുന്നു. 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് മുളക് പൊടിയുടെ കളർ മാറി വരുന്ന സമയത്ത് ഈ താളിച്ച കൂട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദോടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ മത്തൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ മത്തൻ കറി ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. എൻ്റെ കറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.